പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ലോകത്തിന്റെ പ്രതീക്ഷ പോലെ, പ്രാർത്ഥന പോലെ ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹമാസിന്റെ പ്രതിനിധികളും ഇസ്രായേലിന്റെ മൊസാദിന്റെ പ്രതിനിധിയും ഒക്കെ ഉൾപ്പെടുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു, അത് പരിസമാപ്തിയിലെത്തുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഗസയുടെ ദുരിതത്തിന് ഒരു പര്യവസാനമുണ്ടാകുന്നു താൽക്കാലികമായിട്ടെങ്കിലും എന്ന ഒരു ശുഭവാർത്തയാണ് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള തർക്കം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഹമാസിനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ബന്ദികളുടെ പൂർണ്ണമായ മോചനമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് തീർത്തും അപക്വമായ ഒരു പ്രസ്താവന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്നുണ്ടാകുന്നത്. ബന്ദികളുടെ മോചനത്തിന് ശേഷം ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുകയും ഹമാസിന്റെ പരിപൂർണ നാശം ലക്ഷ്യമാക്കുകയും ചെയ്യും എന്ന ഒരു പ്രസ്താവന ആ സമയങ്ങളിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി പറയുന്നു. അതാണ് ഹമാസിനെ ബന്ദികളുടെ മോചനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ബന്ദികളുടെ മോചനം ഉണ്ടായാൽ ഹമാസിന് വിലപേശുവാൻ തക്ക ഉപകരണങ്ങളൊന്നും ഇല്ലാതാവും. കാരണം ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കുന്നതോടുകൂടി ഇസ്രായേൽ ഒരു പക്ഷേ ഹമാസിനെ ലക്ഷ്യമാക്കി ഗസയിലേക്ക് വീണ്ടും ഒരു കടന്നുകയറ്റം നടത്തിയേക്കാം എന്ന പേടിയിൽ നിന്നാണ് ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് ഹമാസ് പിന്മാറിയത്. ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയതിനു ശേഷമായിരിക്കും ബന്ദികളുടെ മോചനം എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. അതുമല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഒരു ഘട്ടം ഇസ്രായേൽ കുറച്ച് സൈനിക പിന്മാറും, അപ്പോൾ കുറച്ച് ബന്ദികളെ മോചിപ്പിക്കും, അതിനുശേഷം ഹമാസ് കുറച്ച് ബന്ദികളെ വിട്ടയക്കും, പിന്നെയും ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറും. അങ്ങനെ ഘട്ടം ഘട്ടമായി ബന്ദികളുടെ മോചനവും ഇസ്രായേലിൻ്റെ ഗസയിൽ നിന്നുള്ള പിന്മാറ്റവും നടക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ അപക്വമായ ഒരു തീരുമാനം എന്ന രീതിയിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ്. ബന്ദികളുടെ മോചനം ഉണ്ടായതിനു ശേഷം ഗസയിലോട്ട് പൂർണ്ണമായും ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ പാഞ്ഞു കയറുമെന്നൊരു പ്രസ്താവന ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് മറ്റൊരു കടുത്ത സയനിസ്റ്റ് വലതുപക്ഷ നേതാവായ ഇസ്രായേൽ ധനകാര്യമന്ത്രി കൂടിയായ ബെസലേൽ സ്മോട്രിച്ചിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇസ്രായേൽ ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുന്നത്, ഹമാസുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നത് ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഇസ്രായേൽ ഹമാസുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നാണക്കേടാണ്, ഹമാസിന് മുന്നിൽ കീഴടങ്ങളാണ് എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമാണെങ്കിലും, കാരണം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് അവിടെ നിന്ന് പിന്മാറിയതിനു ശേഷമേ ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാകുമെന്നാണ്. അതാണ് ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിനെ ഇങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ വമ്പിച്ച പ്രക്ഷോഭമാണ് ഇസ്രായേലിൽ ബന്ദികളുടെ ബന്ധുക്കൾ നടത്തുന്നതെന്ന് പറയുന്നു. കാരണം സ്മോട്രിച്ചിൻ്റെ ഈ പ്രസ്താവന, കാരണം ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് ഇസ്രായേലിലെ ബന്ദികളെ തിരിച്ചു നാട്ടിലെത്തിക്കുവാനുള്ള ഈ കരാർ ഒപ്പിടൽ ഹമാസിൻ്റെ മുമ്പിൽ കീഴടങ്ങലാണ്, ഇസ്രായേൽ അതിന് തയ്യാറാകരുത് എന്ന രീതിയിലുള്ള ഇസ്രായേൽ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വലിയ പ്രതിഷേധമാണ്, വലിയ പ്രക്ഷോഭമാണ് ഇസ്രായേൽ ഉണ്ടാക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ ബന്ധുക്കൾ ബന്ദികളുടെ ഫോട്ടോയുമായി ഇസ്രായേലി പാർലമെന്റിലേക്ക് ഇരച്ചുകയറി എന്ന വാർത്തകൾ ഇസ്രായേലി ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഇപ്പോഴും ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പാർട്ടികൾ ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നതിനെ അനുകൂലിക്കുന്നില്ല. കാരണം അവർ ഈ അവസരം ഹമാസിൻ്റെ പൂർണ്ണമായ നാശീകരണം ലക്ഷ്യമാക്കണം, ഹമാസിനെ ഈ അവസരം ഉപയോഗിച്ച് പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ ബന്ദികളുടെ ബന്ധുക്കളും മിതവാദികളും ഹമാസുമായി ഒരു കരാറിൽ ഏർപ്പെടണമെന്നും അതുമൂലം ബന്ദികളുടെ മോചനം സാധ്യമാക്കണം എന്നുമാണ് പറയുന്നത്. നേരത്തെ ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലി സൈനികർ ഗസയിൽ തുടരുന്നത് ഇസ്രായേലി സൈനികരെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും. കാരണം ഗസയിൽ ഹമാസ് കൂടുതൽ ഗറില്ല യുദ്ധമുറകൾ നടപ്പിലാക്കിയേക്കും, അത് ഇസ്രായേലി സൈനികരുടെ നാശത്തിന് കാരണമായേക്കും എന്നൊക്കെ യോഗാലൻഡ് പ്രസ്താവിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ യോഗാലൻഡിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. യോഗാലൻ്റെ പ്രസ്താവനയെ ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളയുകയും മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട, അദ്ദേഹവുമായി വിധേയത്വം പുലർത്തുന്ന ഇസ്രായേൽ യാഷ് എന്ന് പറയുന്ന ഇസ്രായേലി പ്രതിരോധ മന്ത്രിയെ പുതിയതായി നിയമിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് യോഗാലൻഡിൻ്റെ വിലയിരുത്തൽ ശരിയായിരുന്നു. ഇസ്രായേലി സൈന്യം
ഹമാസിനെ തച്ചു തകർക്കാൻ എന്ന പേരിൽ, പൂർണ്ണമായ നിർമ്മാർജ്ജനം ചെയ്യാനെന്ന പേരിൽ ഗസയിൽ തങ്ങിയത് ഇസ്രായേലി സൈനികരെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളായിരുന്നു നൽകിയത്. പ്രത്യേകിച്ച് ബങ്കറുകളിൽ ഇരുന്നു കൊണ്ടുള്ള ഹമാസിൻ്റെ ഗറില്ല യുദ്ധമുറകൾ ഇസ്രായേലി സൈനികത്തെ വളരെ വെള്ളം കുടിപ്പിക്കുന്നതായിരുന്നു, അവരുടെ നട്ടൽ തകർക്കുന്ന രീതിയിലായിരുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ലോകം ശുഭകരമായ വാർത്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഗസയിൽ പ്രാർത്ഥന പോലെ, ലോകത്തിൻ്റെ ആഗ്രഹം പോലെ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നു എന്ന സത്യമാണ് ഈ വൈകിയ സായാഹ്നത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഗസയിൽ ഇസ്രായേൽ തുടരുന്ന പട്ടിണി യുദ്ധത്തിന് ഒരു വിരാമമാകട്ടെ. ഗസയിലെ കുട്ടികൾ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഗസ ഒരു തുരുത്തായി, ലോകത്തിൻ്റെ അവഹേളന ഏറ്റുവാങ്ങുന്ന ഒരു തുരുത്തായി മാറുകയായിരുന്നു. മിക്കപ്പോഴും യുദ്ധത്തിൻ്റെ ദുരിതത്തിൽ ഏർപ്പെട്ട ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ആഹാരമോ വസ്ത്രമോ അവിടെ എത്തിക്കുവാൻ കഴിയാതെ ഇസ്രായേൽ കടുത്ത ഉപരോധത്തിൽ ഏർപ്പെടുത്തുകയായിരുന്നു. മിക്കപ്പോഴും ഭക്ഷണം കിട്ടാതെ നൂറുകണക്കിന് ആളുകളാണ് ഗസയിൽ മരിച്ചു വീണത്. അതുപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നൂറുകണക്കിന് കുട്ടികൾ കടുത്ത ശൈത്യത്തിലൂടെയാണ് മധ്യേഷ്യ കടന്നു പോകുന്നത്. ആ സമയത്ത് പുതപ്പുകൾ, ഒന്ന് ദേഹം പുതപ്പിക്കുവാൻ ഉള്ള പുതപ്പുകൾ പോലും ലഭ്യമാകാതെ, കാരണം പുതപ്പുകളൊക്കെ എത്തിക്കുവാൻ അന്താരാഷ്ട്ര സംഘടനകളും അടുത്തുള്ള രാജ്യങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേൽ അത്തരം ഉപകരണങ്ങളെയും മരുന്നുകളെയും ആഹാരത്തെയും ഒന്നും ഗസയിലോട്ട് കടത്തിവിടുന്നില്ല. അത്രമേൽ കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ ഗസയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ലഭിക്കാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് കുട്ടികൾ ഗസയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയെങ്കിലും അതിനൊരു അറുതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഒരു വെടിനിർത്തൽ കരാർ താൽക്കാലികമായിട്ടെങ്കിലും ഗസയിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു വാർത്തയാണ് ഈ വൈകിയ വേളയിൽ പുറത്തു വരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.